ബ്ലാക്കീസ് വ്ലോഗ് ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. നീന്തലറിയാത്ത 4 പേര് തലേക്കൂടി ഊരി പോകുന്ന. വെൽക്കം ടു ബ്ലാക്കീസ് വ്ലോഗ്. ഞങ്ങൾ നൈറ്റ് റൈഡിന് ഇറങ്ങിയേക്കണേ. അതായത് നമ്മൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ എല്ലാവരും കാണുന്നൊരു സ്ഥലമാണ് ഓൾഡ് ടൗൺ. ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ പണിതുന്ന ബിൽഡിങ്സ് ആണ്. നമ്മുടെ കൊച്ചിയൊക്കെ പോലെ അല്ലേ? അതെ അതെ, അതുപോലെ. അപ്പം ഇവിടെ എന്താ നൈറ്റ് എന്താ നടക്കണേ നോക്കാം. സത്യത്തിൽ ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൗണൊന്ന് കാണാം, പിന്നെ ഇതേപോലെയുള്ള പർച്ചേസിങ് നടക്കും. പക്ഷെ നല്ലോണം വില പേശണം, നന്നായിട്ട് ബാർഗെയിൻ ചെയ്താലേ നമുക്ക് ഭയങ്കര നമ്മുടെ അവിടെ നിന്ന് കിട്ടാത്ത തരം കമ്മലുകളാണ്. എനിക്ക് കമ്മൽ കാണുമ്പോഴാണ് അങ്ങനെ ഞങ്ങൾ കറങ്ങി വേറൊരു സ്ഥലത്ത് ഫുൾ പവറായിട്ട് നിൽക്കുന്ന ചിൽവ മാർക്കറ്റ്. മഞ്ജുവിന് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞാൽ മഞ്ജുവിന് കുറച്ച് ഭക്ഷണങ്ങൾ ഞാൻ മേടിച്ചു കൊടുക്കും. അത് തിന്നില്ലെന്നുണ്ടെങ്കിൽ കയറ്റി കൊടുക്കും. നമുക്ക് ഇങ്ങനെ കറങ്ങി കാണാം എല്ലാം. നമ്മൾ തായ് ഫുഡ്സ് നിങ്ങളെല്ലാവരും നമ്മൾ ടി വിയിലൊക്കെ മറ്റേ യൂട്യൂബിലൊക്കെ കാണാറില്ലേ പലതരത്തിലുള്ള ഫുഡ്, ഫ്രൈസ്, അതൊക്കെ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഹായ്, മാങ്ങ നോക്കിയോളെ. പച്ച മാങ്ങ മധുരമൊക്കെ ഉള്ള സോസിൽ ഇട്ടേക്കുക. വാട്ട് ഈസ് ദാറ്റ്? Salt on top, salt together later. Oh, this is the sauce. Yes, sir. Sweet spicy salt on top together, good better. Sour mango. Can you? Sour mango. Very sour. So sour. അതധികം വേണ്ട. No. Only no. ഇല്ല, just 40 ബക്സ് ആണ്. 40 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു 8 ബാട്ട്സ്, നാട്ടിൽ വരുമ്പോൾ ഒരു 80യുടെ ഒക്കെ അടുത്ത് വരുമായിരിക്കും. താങ്ക് യു. വാട്ട് ഈസ് ദിസ്? സലാമി പോലത്തെ സാധനമാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. പോർക്ക് ഡംപ്ലിംഗ് എന്ന് പറയുന്ന സാധനമാണ്. മോമോസ് പോലെ ആയിരിക്കും. പോർക്ക് റിബ്സ്. ദേ ഇവിടെ നമ്മുടെ ചക്കപ്പഴമാണ് ഇത്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആണ്. താങ്ക് യു. നമ്മുടെ കോഴിയില്ലേ മുറ്റത്തേക്ക് കൂടി ഇങ്ങനെ ചപ്പൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല കറുമുറുന്നിരിക്കും. എനിക്ക് പറ്റില്ല. പാറ്റ, പുഴു, തേള്. ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സാധനം, മാമ്പഴം അവർ പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി ക്രിസ്പി ആക്കി തന്നിരിക്കുന്നതാണിത്. മാമ്പഴം ശരിക്കും മാങ്ങ. നമ്മുടെ നാട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കൂലേ, അതുപോലെ ഫിഷ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലെ എന്തോ ആണ്. കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ തായ്ലൻഡ് യാത്രയുടെ
അവസാനമായി ഇന്നത്തെ സിൽവ മാർക്കറ്റില് ഞങ്ങളുടെ സ്വന്തം മക്കളുടെ കൂടെ ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്ത് നടക്കുമായിരുന്നു. എന്തൊക്കെ സാധനമാണ് ശരിക്കില്ലേ. പുഴുവിനെ കഴിച്ചില്ല. കണ്ട് ശരിക്കും നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ, ടൂറിസം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടമാണെന്ന് തോന്നും. ടൂറിസം മാത്രമല്ല, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽസാണ് കൂടുതൽ വരുന്നത്. ഇവർക്ക് യൂസ് ആണല്ലേ? ചെയ്യാൻ അറിയാം. ഇതൊക്കെ ഇവരുടെ എങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പ്രോപ്പറായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ അറിയാം. ഇത് തന്നെ എല്ലാ ദിവസവും ഇതിനൊക്കെ ഒരു മാർക്കറ്റ് ഇതേ ക്രൗഡിൽ നടക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ ദിവസവും ഇതേ ക്രൗഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ 2 സീസണേ ഉള്ളൂ അല്ലേ? റെയിനി സീസൺ വരുമ്പോ ഈ മാർക്കറ്റ് ഹെവി റെയിൻ ആകുമ്പോൾ ക്ലോസ് ആയിരിക്കും, അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ചാലു ആയിരിക്കും. നമ്മുടെ നാട് ഒരുപാട് ഫുഡ് വെറൈറ്റി ഉണ്ടെന്ന് ഓർത്തു, പക്ഷെ അല്ല, എന്തൊരു വെറൈറ്റി ഫുഡാണ് ഇവിടെ. ഞങ്ങൾ പപ്പടം പോലത്തെ ഒരു സാധനം തിന്നു, ഞാനോർത്ത് എന്തോ പരിചയമുള്ള ഫിഷിന്റെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനം. സ്കിന്നായിരിക്കും, ഫിഷിന്റെ സ്കിന്നാണ് മോളെ കഴിച്ചു. ഭയങ്കര ഇതാണ്, ഫേമസ് ആണ് ഇവിടുത്തെ. ഇവൾക്ക് അതൊക്കെ OCD ഉണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോഴേ നമ്മള് ഇന്നത്തെ യാത്ര ഫിഫി ഐലൻഡിലേക്കാണ്. ഫിഫി ഐലൻഡ്, ബാംബു ഐലൻഡ്. അത് നമ്മൾ ഒറ്റയ്ക്കല്ല, കുറേ ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാറ്റമറൈൻ ബോട്ട്. അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, സ്നോർക്കലിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയർഫുൾ ആയിരിക്കണം. ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. എന്ത് സംഭവിച്ചാലും അവരോട് പറയണം. BP ഷൂട്ട് ചെയ്താൽ പറയണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവിടുത്തെ മൃഗങ്ങളുണ്ടാവും, അവരെ ഒന്ന് ടച്ച് ചെയ്യാനോ ഒന്നിനും പോകരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോൾ എന്നത്തെയും പോലെ വൈകിയായിരുന്നു, അതുകൊണ്ട് ഫുള്ള് കേൾക്കാൻ. അതെ, ഇപ്രാവശ്യം നമ്മുടെ പാൻ ബ്രോ വൈകിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇങ്ങനത്തെ ബോട്ടിലാണ് നമ്മൾ പോണത്. നമ്മുടെ യാത്ര തുടങ്ങി. നമ്മുടെ യാത്രയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബോട്ടിൻ്റെ പേര് എന്താ, വേർഡി എന്നാണ് ബോട്ടിൻ്റെ പേര്. ആ ബോട്ടിലെല്ലാം എല്ലാ ബോട്ടും ഒരുപോലെ ഇരിക്കണേ. വേറെ ഏതെങ്കിലും ബോട്ടിൽ പോയി ചെന്ന് കയറിയാൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ചെല്ലും. പിന്നെ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ പേര് മറക്കരുത്. നല്ല രസമുണ്ട് യാത്ര. അപ്പോൾ ചിങ്കിച്ചാ. നമ്മളിതാ ഇവിടെ എത്തി, ഫിഫി ഐലൻഡിലെത്തി. വെള്ളത്തിനൊക്കെ കളറുണ്ട്, പച്ച കണ്ണീര് പോലെ കിടക്കുന്ന വെള്ളം. നമ്മുടെ ആൾക്കാർക്ക് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ പിള്ളേര് പോകും. നമുക്ക് അങ്ങോട്ട് പോകണം. 11 AM അവിടെ വെയിറ്റ് ചെയ്യണം. അവരുടെ ഉള്ളിൽ തന്നെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റഡ് ആയി പോകും. ഇവിടെ നിന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് മായാബേ എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡാണ്. അത് നമ്മൾ നടന്ന് തന്നെ പോകണം. അവിടെ ചെന്നാൽ കുഞ്ഞു ഷാർക്കിനെ കാണാം. ഹായ്, നമസ്തേ. ഇനി കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഈ വാക്ക് വേ കൂടി നടക്കണം. ഇതെന്താണെന്നോ, കുറേ മലകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. കുറേ മലകൾക്ക് നടുവിൽ ഒരു പാരഡൈസ് അല്ലേ? എന്ത് രസം കാണാൻ. വരാൻ നേരത്തെ എന്തൊക്കെ കണകുണ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. നിനക്കൊന്നും അറിയാതെയാണോ നീ ഇങ്ങോട്ട് വന്നത്? എടി, ഇത് ലിയാനോട് ഡിക്കാപ്രിയോയില്ലേ, നമ്മുടെ ടൈറ്റാനിക്കിലെ ഞാനും പറഞ്ഞു. അയാൾ ദ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ് അഭിനയിച്ചേക്കുന്നത്. അതിനാണ് മായാബേയിൽ വന്ന് അഭിനയിച്ചത്. ഇവിടെ നീ എന്തൊക്കെ വരുന്നത്? വേറെ ഏത് സിനിമയുടെ പേര് പറഞ്ഞായിരുന്നല്ല? ഒരു നടി നടക്കണ്. ഹലോ, ഞാൻ മലയാളം ഇൻഡസ്ട്രിയിലാ. അന്ന് അറിയാവുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാൻ വന്നില്ലേ, ഞാനില്ലേ കളിക്ക്. അല്ല, നീ എന്ത് പേരാണല്ലോ പറഞ്ഞത്? അതെന്ത് പേരാ? ആ പേര് തന്നെ ഇപ്പൊ മറന്നുപോയി. ആരും വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതുപോലെ അറിയില്ലായിരുന്നു. ഞങ്ങളപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ട് പോവാണ്. തിരിച്ചു കയറുക.
നമ്മളിവിടെ എത്തി. ഇതിന് പറയുന്നത് ഫിലെ ലഗൂൺ. ലേ മീൻസ് റൂം. ഫിഫി ഐലൻഡിൽ ഫിലെ ലഗൂൺ. ലേ മീൻസ് റൂം എന്ന് പറഞ്ഞില്ല, ഇതൊരു റൂം പോലെയാണ്. മല ഫുൾ കവേർഡാണ്. ഒരു മലയുടെ ഉള്ളിൽ കൂടി കയറിയാൽ ഇത് ഫുൾ കവേർഡ് ഒരു റൂം പോലെയുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ, ഇവിടെ കരയൊന്നുമില്ല, കരയിലല്ല, ഇവിടെ ഈ വെള്ളത്തിൽ തന്നെ ബോട്ട് ഇടും. അതിന് ചുറ്റും നമുക്ക് ചാടാം, കുളിക്കാം, വോട്ടെവർ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നനഞ്ഞ പണി വാളും. ബ്ലാക്കീസ് വ്ലോഗ് ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. നീന്തലറിയാത്ത 4 പേര്. അങ്ങനെ സാഹസികമായി ഞങ്ങൾ വലിയൊരു കരക്കെടുത്ത്. ഞാൻ ഏതാണ്ട് ആ വഴിയൊക്കെ പോയി ഇങ്ങനെ വന്നു. സ്വിമ്മിക്ക് അനങ്ങാൻ പറ്റിയില്ല. ഞാൻ സ്റ്റെപ്പിൽ തന്നെ പിടിച്ചു കിടന്നുള്ളൂ. മഞ്ജു ഓടി. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്തു. അങ്ങനെ ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഇനി കുറച്ച് റീൽ എടുക്കാനുണ്ട്. ഇപ്പൊ ഞങ്ങളൊരു ലവ് പ്രപ്പോസൽ ഉണ്ട്. ലവ് അല്ല, എൻഗേജ്മെന്റ് ഉണ്ട്. പ്രപ്പോസൽ തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് അങ്ങനെ ചിലപ്പോ അവര് ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, എന്താന്നറിയില്ല. അയാള് പ്രപ്പോസ് ചെയ്ത് അവര് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നോക്കുമ്പോ ഒരു ചേച്ചി നിന്ന് കരയുന്നു. അതെന്താണെന്ന് ഓർത്തപ്പോ അടുത്ത ചേട്ടൻ നിൽക്കുന്ന കയ്യിലൊരു റിങ്ങിന്റെ ബോക്സ്. രണ്ട് ബോട്ടിലെ എല്ലാരും കൂടി വിഷ് ചെയ്തു, കൈ കൊടുത്തു, കൺഗ്രാജുലേറ്റ് ചെയ്തു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. Only sightseeing from the boat, about 2 or 3 minutes, and now I will let you take a photo and enjoy the view. And I will give you some information a little bit about this cave. ഇതിന്റെ അകത്ത് കുറെ കേവ്സ് ഉണ്ട്. ആൾക്കാർക്ക് പോകാൻ പറ്റൂല, അവിടുത്തെ ലോക്കൽസ് മാത്രമേ വന്ന് പോകുള്ളൂ. കുറെ ബാംബൂ സ്റ്റേഴ്സ് ഉണ്ടെന്ന്. അതിന്റെ അകത്ത് എന്തോ ഒരു വെറൈറ്റി കിളി കൂട് കൂട്ടും. സ്വാളോ ബേർഡ്. അത് കൂട് കൂട്ടിയിട്ട് ആ നെസ്റ്റ് ഇല്ലേ, നെസ്റ്റ് എടുക്കാൻ വേണ്ടി. എന്നിട്ട് അത് ഭയങ്കര പ്രോട്ടീനീഷ്യസ് ആണ്, കഴിക്കാൻ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ചെറിയ ബോട്ടിലൊക്കെ ആയിട്ട് കിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഇല്ലെന്ന് അവർ പറയണം. അതിനത്ര ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഫിഫി ഐലൻഡിൽ വന്നേ അല്ലേ? ഫിഫി ഐലൻഡാണ് ഈ ഐലൻഡ്സുകളിൽ, ഈ ലഗൂണിലെത്തിയ ഏറ്റവും വലിയ ഐലൻഡ്. ഫിഫി ഡോൺ ഐലൻഡ്. ഡോൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാൻഡ് കൂടുതലാണ്. കാരണം വേറൊരു സ്ഥലത്തും ഇത്രയും വെള്ളം മാത്രമാണ്. വിശപ്പുണ്ടേ, കണ്ണാണാൻ പറ്റില്ല. കുറേ സ്ഥലത്തൊക്കെ നടന്ന് കുളിച്ച് നീരാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പ്. അപ്പം വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഭക്ഷണത്തിനിരുന്ന്. ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഭക്ഷണം നോക്കിയാൽ വിഭവസമ്പന്നമായ മീൻ, ചിക്കൻ ഫ്രൈ, ഇതും ചിക്കൻ്റെ എന്താണ് വെർമിസെലിയുടെ എന്ന സാധനം, അവരുടെ സ്റ്റിക്കി റൈസ്, ഒരു സൂപ്പിൻ്റെ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിഞ്ഞ് അങ്ങോട്ട് കിടന്നുറങ്ങണം. പള്ളി ഉറക്കം അല്ല, കാണിച്ചു തരാം. ഇവിടെ ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇത് കണ്ടാ ഉണ്ടാകുമായിരിക്കും ഇവിടുത്തെ നമ്മുടെ. ഇത് എത്രയോ വർഷം പഴക്കമുള്ളതാണ്. അത്ര വലിയ ആൽമരമാണിത്. അതുകൊണ്ട് അതാണ് ഈ ഐലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വളരെ കുറച്ച് സ്ഥലമുള്ളൂ, അതിനകത്തൊരു വലിയ ആൽമരം. അതൊന്നുമല്ല, എന്തോ നേർച്ച ഇവിടെ അത്യാവശ്യം ഈ ഒരു കുഞ്ഞ് ഐലൻഡ് ആണെങ്കിൽ അത്യാവശ്യം വലിയ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ താമസിക്കുന്നുണ്ടാവോ? സ്ഥിരതാമസമൊക്കെ ഉണ്ടാവുമോ? ഇവിടെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഇത്രയും സ്ഥലം ഉള്ളൂ. ഇത് ബാക്കി അങ്ങോട്ട് പാറക്കെട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, പർച്ചേസ്. ഇവിടെ അങ്ങനെ ഒരുപാട് കാണാന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ചില ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ കയറുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത ഇതേപോലത്തെ എന്തോ ഐലൻഡാണ്. മങ്കി ബേ ഐലൻഡ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഫിഫി ഐലൻഡിൽ നിന്ന് മങ്കി ബേ ഐലൻഡാണ്. നമ്മളിവിടെ ഇറങ്ങുന്നില്ല, കാരണം ഇവിടുത്തെ മങ്കികൾ കുറച്ച് പ്രശ്നക്കാരാണ് അത്ര. നമ്മുടെ നാട്ടിലുള്ള പാവത്തുങ്ങളെ പോലെയല്ല, ഇവർ ചിലപ്പോൾ പിടിച്ച് കടിക്കും. വെള്ളം കയറ്റ സമയമാണെന്നുണ്ടെങ്കിൽ മങ്കികൾ വരില്ല. ഈ പാറയുടെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കും.
ചൂട് സമയത്ത് വരും. ഇത് ഊഞ്ഞാലേക്ക് ആടുന്നുണ്ട്. പോവാണ്, നമ്മൾ ഇവിടുന്ന് പോവാ. അപ്പോൾ ഇതാണ് മങ്കി ബേ ഐലൻഡ്. എല്ലാവരും ഇവിടെ വന്ന് നോക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്, നമുക്കതുകൊണ്ട് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. നമ്മളവിടെ നിർത്താൻ പറ്റില്ല, കാരണം അത് സ്റ്റിൽ ഡേഞ്ചറസ് ആണ്. അവിടെ കുറച്ച് പേര് പോകുന്നുണ്ട്, അത് പ്രൈവറ്റ് ബോട്ടിൽ പോണത്. അപ്പം നമ്മൾ പറയായിരുന്നു നമുക്കങ്ങനെ പേടിയുള്ള കൂട്ടത്തിലല്ല, പിള്ളേരാ. പക്ഷെ ഇപ്പം വെള്ളത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാ. നമ്മളപ്പോൾ ഫിഫി ഡോൺ ഐലൻഡിന്റെ ബാക്ക് സൈഡാണിത്. മങ്കിയിലെ ഇവിടെ ഉണ്ട് മങ്കി. ഇവിടെ സ്നോർക്കലിങ്ങിന് വേണ്ടി വന്നതാ. ഞങ്ങൾക്ക് നന്നായിട്ട് നീന്താൻ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങില്ല കൂട്ടുകാരെ. പക്ഷെ ഇത് സുഖമായിരുന്നു. ഇവിടെ മീനല്ല തോന്നുന്നു കാണുന്നത്, കോറൽ റീഫ്സ് ആണ് കാണുന്നത്. അതായത് നമ്മളുടെ ഒരു റേഞ്ച് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ സ്വിമ്മ് വേണമെന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടുന്ന് പോകും. ഇപ്പം നമ്മൾ 3-4 സ്ഥലങ്ങളിൽ പോയി. കാണുമ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ അല്ല. എല്ലാത്തിനും അതെ അതിൻ്റേതായ പ്രത്യേകതകളുള്ള ബീച്ചുകളാണ്. എല്ലാവരും ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒരുപാട് സമ്പാദിച്ചിട്ടൊന്നും വരുന്ന ആൾക്കാരൊന്നുമല്ല, അവരുടെ ഇതിൽ നിന്നൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ കൂടി വരുന്നവരാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നതുപോലെ നിങ്ങളും ലൈഫ് എൻജോയ് ചെയ്യണം. ഇടയ്ക്ക് ഇങ്ങോട്ടല്ലെങ്കിൽ കൂടി പറ്റുന്ന തരത്തിലുള്ള യാത്രകൾ ചെയ്യണം. അത് നമ്മളെന്നും ഈ ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വേഗം പ്രായമായി മരിച്ചു പോകും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു ബൈ ബൈ പറയലുണ്ടാവുമല്ലോ. ഇവിടുന്ന് നേരെ ഞങ്ങൾ പോകും. രാവിലെ 7:30 ഇറങ്ങിയതാ. സമയം ഇപ്പോൾ എത്ര മണിയായി? സമയം 5 മണിയാവാൻ പോകും. അപ്പോൾ അത്രയും സമയമായി, നല്ലോണം ടയേർഡായി. ഇനി ചെന്ന് നിന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ടാറ്റ പറയും കേട്ടോ. ടാറ്റാ. അപ്പം ഞങ്ങൾ പോട്ടെ.